എന്റെ പൊന്നു പോതട്ടാ, ഇവിടുന്ന് ബ്രില്യൻസ് അടിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ. എല്ലാരും ഉണ്ടല്ലോ, എടുത്തോളൂ വീഡിയോ എടുത്തോളൂ. ആ ലൈവ് അതൊന്നും പറയല്ലേ. നീ അല്ല ഞാൻ സാർ എവിടെ വേഗം വാ, ഇതിലോട്ടൊന്ന് കയറിക്കേ. കൈ കൈ കൈ. ആ റെഡി 1 2 3 തുടങ്ങി. മഹാത്മാവ് എനിക്കൊരു വികാരമാണ്. എന്തടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. രഘുപതി രാഘവ രാജാറാം, പിന്നെ പതീത പാവൻ സീതാറാം. ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുകയാണ്. നിങ്ങളും സ്മരിക്കണം. നമ്മൾ ഭരണത്തിൽ വന്നിട്ടുണ്ട്. ഈ നോട്ടൊന്ന് തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ്. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചേട്ടന്മാരെ ഒന്ന് മാറി. ആശാനും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. TV ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തിൽ ഇവന്മാരെ ഒറ്റ ഗ്രൂപ്പാ. എന്തുവാടേ ഇത്? 8 കളി ഛർദ്ദിച്ച പോലെ ആക്കിയല്ലേ എന്നെ. ഊര പൊട്ടിക്കല് വാടക എടുത്ത ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു. കുറച്ചുകൂടി കവറേജ് ഉള്ളിൽ കിട്ടിയാനെ. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശശിചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ശശിചേട്ടാ വാന്നേ. വരും. അച്ഛൻ തെങ്ങേ കയറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി. പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ. എന്നെ പോലൊരാളെ വിളിച്ച് ആദരിച്ച. പോട്ടെ പോട്ടെ. മുണ്ടനൂലിന്റെ കാശ് കൊടുത്തു, ചക്ക കടം പറഞ്ഞു. ഓഹ്, ഇത് പോയില്ലേ. നമുക്ക് തോന്നേണ്ട ഐഡിയാണ് ചേച്ചി എടുത്ത് പൂശിയത്. ഇടറെ ചെലവും തുച്ഛം ഗുണവും മെച്ചം. ഈ ഹനുമാൻ ജ്വല്ലറിക്കാരെ കൊണ്ട് തുണിസഞ്ചി അടിപ്പിച്ച വകയില് മിനിമം 2000 ചേച്ചി അടിച്ചിട്ടുണ്ടാവും. ഒന്ന് പോടാ പറഞ്ഞു. ഈ തെങ്ങേറ്റക്കൻ ശശിയെ ഇങ്ങനെ ആദരിച്ചെന്റെ കുട്ടൻസാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാഹചര്യത്തിൽ അയാളെ പൊന്നാട അണിപ്പിച്ചത്. ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട്, അത് തീർച്ച. നമുക്കിത് ഇതിന് ക്ഷീണം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും. നമുക്ക് ഈ തോൾസഞ്ചിയില് ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലടിച്ചാലോ? എന്താ പറയാം? അത് മതി. പൊങ്കാല പൊങ്കാല മതി അല്ലേ? പൊങ്കാല മതി. ഉറപ്പിക്കാം. പൊങ്കാല.